വർത്തമാനം. അതിഥി സംഭാഷണത്തിന്റെ അനുപമവേള. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വർത്തമാനം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ അതിഥി പ്രശസ്ത കീബോർഡ് ആർട്ടിസ്റ്റും സംഗീത സംവിധായകനുമായ ശ്രീ ജോസ് ബാപ്പയ്യ. വളരെ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ. നമസ്കാരം. നമസ്കാരം. താങ്കൾ സംഗീത സംവിധാനം നിർവഹിച്ച പുക എന്ന ചിത്രം ഈ കഴിഞ്ഞ ദിവസം OTTയിൽ റിലീസായിട്ടുണ്ട്. ജാസി ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള മികച്ച ഗായകരാണ് ആ സിനിമയിൽ പാടിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ആ സിനിമയുടെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. പുക എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞ റീസെൻ്റായിട്ട് ഇറങ്ങിയ എൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ്. OTT പ്ലാറ്റ്ഫോമിലാണത് റിലീസ് ചെയ്തത്. അത് പുതുമുഖങ്ങളെ അണിനിർത്തിക്കൊണ്ട് ശ്രീ അരുൺ അയ്യപ്പൻ കഥ, തിരക്കഥ, സംഭാഷണം, ഡയറക്ഷൻ നിർവഹിച്ച ഒരു മൂവിയാണ്. അതിൻ്റെ കഥാസാരവും പശ്ചാത്തലവും എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയുള്ളൊരു മൂവിയാണത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ജനങ്ങളത് ഏറ്റെടുത്തു. അതിൽ പാട്ടുകളും വളരെയധികം ഹിറ്റായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ജാസി ഗിഫ്റ്റ് പാടിയ പാട്ട് വളരെ പ്രശസ്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജോണറിൽപ്പെട്ടൊരു പാട്ട് പോലെയാണ് എല്ലാവർക്കും അത് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കുന്നത് ഡയറക്ടറുടെ ഒരു ആഗ്രഹപ്രകാരം. ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ട്രെൻഡ് വേറെയാണ്. നമ്മുടെ പഴയ ട്രെൻഡെല്ലാം മാറിയിട്ട് അത് ഒരു ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിലുള്ളതായ സംഭവങ്ങളെ ഒരുക്കിക്കൊണ്ടുള്ളൊരു സോങ് ആണത്. പുക 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 എന്ന് പറഞ്ഞൊരു മൂവി. അതിന്റെ റീൽസും അതുപോലെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും. പാട്ടിനനുസരിച്ച് ചൂട് വയ്ക്കുന്ന കുറെ നമ്മൾ റീൽസും ഒക്കെ കണ്ടു. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ യുവാക്കൾ അത് ഏറ്റെടുത്തു എന്ന് തന്നെ വേണം കരുതാൻ. തീർച്ചയായിട്ടും. അതിന്റെ രചന അദ്ദേഹം തന്നെയാണ്, ഡയറക്ടർ അരുൺ അയ്യപ്പൻ തന്നെയാണ് അത് നിർവഹിച്ചത്. അതെ അതെ അതെ. അതിന്റെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അതിനകത്ത് 2 സോങ് ആണുള്ളത്. അതിനകത്തുള്ള പാട്ടുകളെല്ലാം എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ആ പാട്ട് കേൾക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, ഇതിനകം കേട്ടിട്ടുണ്ടാവും. എങ്കിൽ കൂടി നമുക്ക് ആ പാട്ടൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും. വെടിയുതിരുമ്പോ പുകഞ്ഞു കയറണ്, തുടിക്കണ്, പൊടി പറക്കണ്, അരിഞ്ഞു തള്ളണ്, വിരിഞ്ഞു തുള്ളണ്. കാറ്റുപാറി പറക്കാൻ പോക, നല്ല കാറ്റടിത്തൊണ്ടു പോരാടാൻ പോക, പിന്നെ തൂവാന തുമ്പിൽ തലോടാൻ പോക, ആ തൂവണ്ണിലാവിൽ കുളിക്കാൻ പോക പോക ആ പോക. പാറി പറന്ന് നടക്കേണ്ടേ, നാട് മുഴുവൻ തടുക്കേണ്ടേ, കൂടെയൊരു തിരിക്കൂട്ടുണ്ടേ, കൂരിരുൾ കാട് കുലുക്കേണ്ടേ, കൂടെയൊരു തിരിക്കൂട്ടുണ്ടേ, കൂരിരുൾ കാട് കുലുക്കണ്ടേ. തക 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 ഭരതമാരെ തുരുത്തി ഓടിക്ക പുക 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 പുക, പെരുക്കൊരു തരം മുരിക്കും മറ്റലും തക 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 തക. ഭരതമാരെ തുരത്തി ഓടിക്ക പുക 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 പുക, പെരുക്കൊരു തരം മുരിക്കും മറ്റലും തക 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 തക. മുരിക്ക് ചുറ്റിലും മരിക്കലം കൊണ്ട് തക 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 തക, തലക്ക് ചുറ്റിലും പുകഞ്ഞു കയറുന്നു പുക 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 പുക.
പുകഞ്ഞ് കയറണം കുമിഞ്ഞ് കൂടണം വീതിഞ്ഞ് പാറണം മുരഞ്ഞ് കൊണ്ടണം പറഞ്ഞു നേരണം വിറഞ്ഞ് വീഴണം കുഴഞ്ഞ് പാറണം കുരിച്ചു ചാടണം അരിച്ചു തല്ലണം പിരിച്ചു വീശണം ചിരിച്ചു നിർത്തണം പൊരിച്ചു പൂകണം കുരിച്ചു കാണണം കരിച്ചു കൂട്ടണം കുരിച്ചു നിർത്തണം പുറത്ത് ഇരുത്തണം വരച്ചു തല്ലണം കുറച്ചു പാടണം കടിച്ചു നിൽക്കണം കടിച്ചു നീരണം പൊടിച്ചു മൂടണം പുകച്ചു തല്ലണം തക 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 തക. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു പാട്ടായിരുന്നു അത്. അതെ 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 വളരെ വളരെ താളാത്മകമായ, എല്ലാം കൊണ്ടും വളരെ ചടുല താളത്തിലുള്ള നല്ലൊരു പാട്ടായിരുന്നു അത്. തീർച്ചയായും ജാസി വളരെ മനോഹരമായിട്ട് പാടി. അതെ 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 കുറെ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു നല്ലൊരു പാട്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കേൾക്കുന്നത്. അതെ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ജോസഫ് വളരെ ചെറുപ്പത്തിൽ തന്നെ കീബോർഡ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മ്യൂസിക് ട്രൂപ്പുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതെ. അതുപോലെ തന്നെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് ശരിക്കും വന്നത്? ഞാൻ എൻ്റെ മ്യൂസിക്കൽ കരിയർ തുടങ്ങുന്നത് കൊച്ചിലെ തന്നെ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു. ആ ഹാർമോണിയം ചെറുതായിട്ട് തട്ടി 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 ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പള്ളിയിൽ വായിക്കാനുള്ള അവസരം കിട്ടി. കൊയറിലൊക്കെ ആദ്യം പാടാനായിരുന്നു. ഞങ്ങളൊരു മ്യൂസിക്കൽ കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ വേറൊരാളെ ഞങ്ങൾ കീബോർഡ് വായിക്കാൻ വിളിച്ചു. അദ്ദേഹത്തിന് സമയത്തിന് വരാൻ പറ്റിയില്ല. പക്ഷേ ഈ റിഹേഴ്സലെല്ലാം ഞാൻ നോക്കി വെച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ BGMs എല്ലാം എനിക്ക് കാണാതെ അറിയായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് കീബോർഡ് വായിക്കാൻ പേടിയായിരുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാർമോണിയത്തിൽ തന്നെ ഞാൻ വായിക്കുകയും ആ കോമ്പറ്റീഷന് ജഡ്ജ് ചെയ്യാൻ വന്ന ശ്രീ വെള്ളനാട് നാരായണൻ സാറെന്ന് പറയും. അദ്ദേഹം വലിയൊരു എഴുത്തുകാരനും അദ്ദേഹം അതിനകത്തെ ഒരു മെയിൻ ജഡ്ജായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലേക്ക് ക്ഷണിക്കുകയും അന്ന് തൊട്ട് അദ്ദേഹത്തിനോട് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് എൻ്റെ മ്യൂസിക്കൽ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇവിടെ വരെയും നമുക്ക് വന്നു റിയാലിറ്റി ഷോ. മേ ബി ഒരു 30ഓളം റിയാലിറ്റി ഷോ കേരളത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളുടെ എല്ലാം തുടക്കം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 30ഓളം ഷോകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഷോ ചെയ്തത് സൂര്യ TV-യിലായിരുന്നു. സൂര്യ TV-യിൽ, ഏഷ്യാനെറ്റ്, നമ്മുടെ ഇന്നുള്ള എല്ലാ ചാനലുകളിലും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ജോസിനെ കാണുമ്പോൾ നമ്മുടെ മുഖപരിചയമുള്ള എല്ലാവർക്കും അറിയാം. അതെ അതെ. ഒരുപാട് വേദികൾ ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട്. അതെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഈ ഷോയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം, ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എത്ര സ്ഥലങ്ങളിലൊക്കെ പോയി? ഏകദേശം 26 രാജ്യങ്ങളിലോളം ഞാൻ പോയിട്ടുണ്ട്. 26 രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ? ശരിക്കും ഞാൻ 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിഞ്ഞു ഈ മേഖലയിൽ എത്തിയിട്ട്, സംഗീതത്തിൽ. അതെ അതെ. അപ്പോൾ അതിനകം തന്നെ ഒരുപാട് രാജ്യങ്ങൾ പോകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്, അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള. അപ്പോൾ അവിടത്തേക്ക് എങ്ങനെയാണ് ഈ ശ്രോതാക്കളുടെ ഒരു എന്താണ് നമ്മുടെ ഒരു ആസ്വാദന നിലവാരവും അവരുടെയൊക്കെ ഒരു സ്വീകരണം എങ്ങനെയാണ് നമ്മൾ ഈ മ്യൂസിക്കൽ ട്രൂപ്പുമായിട്ടൊക്കെ പോകുമ്പോൾ? സ്വീകരണമൊക്കെ വളരെ ഗംഭീര സ്വീകരണങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ എത്ര വലിയ ആൾക്കാരുടെ കൂടെ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിത രീതിയോ ഒന്നും അല്ല അവിടെ അവർ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാൻ സാധിക്കാത്തവർ കാണും, ജോലിയുടെ തിരക്ക് കാണും. ചിലവർ അതിനുവേണ്ടി ലീവ് എടുത്ത് നല്ല ഇതായിട്ട് നിൽക്കും. കാരണം എക്സ്പെൻസീവ് ആണല്ലോ അവിടുത്തെ ലൈഫെല്ലാം. അപ്പം എന്നാലും അത്യാവശ്യം നമ്മൾ പോകുന്ന പ്രോഗ്രാംസിനൊക്കെ ഓഡിയൻസിനെ അവിടെ കിട്ടാറുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യും, നല്ല രീതിയിൽ അവർ സഹകരിക്കുകയും നമ്മളെ വളരെ എൻജോയ് ചെയ്ത് തിരിച്ച് വിടുന്നൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ കൂടുതലായും ഏത് തരത്തിലുള്ള പാട്ടുകളായിരിക്കും അവർ ആവശ്യപ്പെടുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്? നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ. കാരണം പ്രോഗ്രാം കേൾക്കാനും കോർഡിനേഷനും ചെയ്യുന്നതെല്ലാം അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിനകത്തുള്ള ബാക്കിയുള്ള കുറച്ച് പോർഷൻ മാത്രമേ യങ്സ്റ്റേഴ്സ് കാണത്തുള്ളൂ. അപ്പോൾ അവരെപ്പോഴും അവർക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ പഴയ കുറേ നല്ല പാട്ടുകളും സെമി ക്ലാസിക്കൽ സോങ്സൊക്കെ കേൾക്കാനാണ് അവരിഷ്ടപ്പെടുന്നത്. എന്നാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പം എല്ലാ രീതിയിലുള്ളതായ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. അപ്പം രണ്ടുപേരെ നമുക്ക് ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റും. പഴയ തലമുറയും പുതിയ തലമുറയും. ഒരു ശരിക്കും പ്രോഗ്രാമിൻ്റെ ഒരു അരഭാഗം ഇൻ്റർവെല്ലിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാം മൊത്തം അടിപൊടിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കാരണം എല്ലാ രീതിയിലും പിന്നെ എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ, എല്ലാ രീതിയിലുള്ളതായ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവർ എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുകയും നമ്മളോട് അങ്ങനെയുള്ള ഗാനങ്ങൾ പാടാൻ ആവശ്യപ്പെടുകയും നമ്മൾ പിന്നെ അങ്ങോട്ടെല്ലാം ഫോളോ ചെയ്യുന്ന അങ്ങനെയായിരിക്കും. ഇപ്പോൾ ജോസ് ബാപ്പയ്യ സംഗീത സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം പുക എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇപ്പോൾ എത്ര ചിത്രങ്ങൾ ഏകദേശം ഇപ്പോൾ സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും? ഞാൻ പല ആൾക്കാരുടെയും കൂടെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലം ഒരുക്കുവാനും അവർക്ക് അസിസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്.
നമ്മളെ മൺമറഞ്ഞു പോയ ആൾക്കാരും ഇപ്പം നിലവിലുള്ളതായ ഏതാനും ചില ആൾക്കാർക്കും എനിക്ക് പിന്നീടിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് സിനിമകൾ എൻ്റെ പേരിൽ തന്നെ ചെയ്തു. ഇനിയിപ്പോൾ റീസെൻ്റായിട്ടൊരു 3-4 മൂവി ഇനി റിലീസിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലൂടെയാണ് ഞാനിപ്പോൾ. താങ്കളുടെ പാട്ടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ആ മനീഷ പാടിയ ഒരു പാട്ട്, മനോഹരമായ പാട്ട് എനിക്ക് കേൾക്കാനിടയായി. ഇത് ഏതാണ് ആ പാട്ട്? അത് ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങാൻ പോകുന്ന ലേറ്റ് മാരേജ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതിനകത്ത് ഫിറോസ് കായൽപ്പുറം എഴുതി എൻ്റെ സംഗീതത്തിലും മനീഷ പാടിയിട്ട് നല്ല, എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം നമ്മുടെ മലയാള സിനിമയിൽ വരുന്ന നല്ലൊരു താരാട്ട് പാട്ടായിരിക്കും. ഞാനത് കേട്ടു. അതെ അതെ, നല്ല പാട്ടാണത്. വളരെ വളരെ മനോഹരമായ മനീഷ അത് പാടിയിട്ടുണ്ട്. അതെ, അതേപോലെ തന്നെ മ്യൂസിക്കും വളരെ മനോഹരമായ പാട്ടാണ്, കേൾക്കാൻ വളരെ ഇമ്പമുള്ളൊരു പാട്ടാണ്. ഏതായാലും നമുക്ക് ആ പാട്ട് നമ്മുടെ ശ്രോതാക്കൾ ഒന്ന് കേൾക്കട്ടെ. അതിനുശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. രാരിരം രാരോ രാരാരിരാരോ രാരിരം രാരോ രാരാരിരാരോ ആരാരിരാരോ രാരിരം രാരോ കുഞ്ഞിളം ചുണ്ടിൽ നല്ലിളം തേനോ കുഞ്ചിക്കുറുക്കിയ പാൽമണച്ചിന്തോ ചുന്ദരിവാവേ ചുംബനപ്പൂവേ ചായുറങ്ങൂ മാറിൽ ചേർന്നുറങ്ങൂ മാവുറങ്ങൂ കണ്ണേ നീയുറങ്ങൂ. വാവേ വായോ മെല്ലെ കൊഞ്ചൽ വിടരും പൂവഴകി വാനം നീളെ താരം നെഞ്ചിൽ പകരൂ നീ നിലാവേ നീ എന്നു നീ സ്നേഹദീപമാകൂ മണ്ണിൽ വിടരും കാലം സംഗീതം കുഞ്ഞിളം ചുണ്ടിൽ നല്ലിളം തേനോ കൊഞ്ചിക്കുറുക്കിയ പാൽമണച്ചിന്തോ. തുമ്പി താനേ താളം ചുണ്ടിൽ തെളിയും പൂവിളി തേനും പാലും നീട്ടും കണ്ണിൽ നിറയും നീ ചിരിയേ നീ സന്ധ്യയായി മാറിൽ ചായുറങ്ങൂ നുകരും ഗാനം താലോലമാ പൊൻപൂവേ താലോലം. കുഞ്ഞിളം ചുണ്ടിൽ നല്ലിളം തേനോ കൊഞ്ചിക്കുറുക്കിയ പാൽമണച്ചിന്തോ ചുന്ദരിവാവേ ചുംബനപ്പൂവേ ചായുറങ്ങൂ മാറിൽ ചേർന്നുറങ്ങൂ മാവുറങ്ങൂ കണ്ണേ നീയുറങ്ങൂ. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു ഇത്. വളരെ മനോഹരമായ
എങ്ങനെയാണത് പറയേണ്ടതെന്ന് അറിയില്ല. മനീഷയുടെ ആലാപനമാണോ അതിൻ്റെ സംഗീതമാണോ എങ്ങനെയാണത് മെച്ചപ്പെട്ട് വന്നത് എന്ന് മനസ്സിലാകുന്നത്. ഏതായാലും വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു അത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ജോസ്, ഇപ്പോൾ ഈ ചലച്ചിത്ര സംഗീതത്തോടൊപ്പം തന്നെ മറ്റ് പല ആൽബം സോങ്ങുകളിലും ഇപ്പോൾ ഓർക്കസ്ട്രേഷൻ നിർവഹിക്കുന്നുണ്ട്. ഓർക്കസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഒരു ഒരു വലിയ പണിയാണ്. കാര്യം എല്ലാ തരം ഇൻസ്ട്രുമെൻസും കൈകാര്യം ചെയ്യാൻ അറിയണം, അതിൻ്റെ ഏതാണ് നോട്ട്സ് കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതൊക്കെ ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അതിന് ഓർക്കസ്ട്ര ഒരുക്കുക എന്ന് പറയുന്നത് വലിയ കടമ്പയാണ്. എങ്ങനെയാണ് അത്തരം പരിപാടികൾ? ഞാൻ എൻ്റെ തുടക്കകാലം ഓർക്കസ്ട്രേഷനായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആയിരുന്നു. അന്ന് പോപ്പുലറായിരുന്ന കുറേ നല്ല സോങ്സുകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ എനിക്ക് പറ്റി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ നിന്നും പിന്നീട് അത് കേട്ടിട്ട് സിനിമയിലേക്ക് ഉള്ള പാട്ടുകൾ ചെയ്യാൻ അവസരം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പാട്ടുകളെല്ലാം കേട്ടതിന് ശേഷമാണ് സിനിമയിലേക്ക് എനിക്ക് അവസരം കിട്ടുകയും അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് എനിക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഒരു പുതിയ തമിഴ് മൂവി അതിൻ്റെ സോങ്സ് സിസ്റ്റത്തിനകത്തൊക്കെ എടുത്തിട്ട് പുതിയ ഓർക്കസ്ട്രേഷൻ ചെയ്യാനായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ആൽബംസ്, സിനിമ എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം അതൊരു പ്രത്യേക ഒരു 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 എന്താണ് ഒരു കഴിവ് തന്നെയാണ്. കാരണം ഒരു സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹം ഒരു ചെറിയ ഈണം മാത്രമായിരിക്കുമല്ലോ മനസ്സിൽ ഉണ്ടാക്കുന്നു. അതിനനുസരിച്ചുള്ള ഓർക്കസ്ട്ര അതിനൊപ്പം സജ്ജീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര അടിപൊളിയാണെങ്കിലും എത്ര മെലഡി ആണെങ്കിലും അറിയാതെ ഏതെങ്കിലും ഒരു ബീജത്തിലൊരു മെലഡി വരും, അത് വന്നു പോകുന്നതാണ്. അപ്പം ചിലവർക്കത് വേണമെന്ന് നിർബന്ധം പിടിക്കും, ചിലവർക്കത് വേണ്ടാന്ന് പറയുകയും ചെയ്യും. എന്നാലും എങ്ങനെയെങ്കിലും ആ മെലഡിയിൽ ഒരു പോർഷൻ അതിനകത്ത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും അവരുടെ അടുത്ത് സംസാരിച്ചിട്ട്. പക്ഷെ അത് പിന്നീട് റിലീസാകുമ്പോൾ ബീജം മാത്രമായിട്ട് ചില ആൾക്കാർ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. സിനിമയിലും നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലും സ്റ്റാറ്റസ് ഇടുക, റീൽസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഓർക്കസ്ട്രേഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ പ്രോഗ്രാം ചെയ്ത പാട്ടുകളിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വളരെ ഹിറ്റായി മാറിയ ഒരു അയ്യപ്പ ഭക്തിഗാനമുണ്ട്. സതീഷ് രാമചന്ദ്രനാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചെങ്കിൽ ഓർക്കസ്ട്ര ചെയ്തത് ജോസ് പാപ്പയ്യാണ്. അത് എഴുതിയത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ BT അനിൽകുമാറാണ്. വളരെ നല്ലൊരു പാട്ടാണ്. എസ്പെഷ്യലി സതീഷ് രാമചന്ദ്രൻ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. എല്ലാ ജോണറിലുള്ള പാട്ടുകൾ അസാധ്യമായിട്ട് കമ്പോസ് ചെയ്യും, നന്നായിട്ട് പാടുകയും ചെയ്യും അദ്ദേഹം. അതെ, നല്ലൊരു സിംഗർ കൂടിയാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ജോസ് പാപ്പയ്യ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച ആ അയ്യപ്പ ഭക്തി ഗാനം നമുക്കൊന്ന് കേട്ടിട്ട് മടങ്ങിയെത്താം. ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം എന്തയ്യപ്പ ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ദൈവമേ ശരണം പൊന്നയ്യപ്പ. തരുനിരഹിമണി മാലയണിഞ്ഞ് തണുവറിയാതെ നനഞ്ഞു നിവർന്നേ ഇരുമുടി കനി തൊടു കുറിയുമണിഞ്ഞ് തൊഴുവതു കാണു ഹരിഹര സുതനേ. ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം എന്തയ്യപ്പ ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ദൈവമേ ശരണം പൊന്നയ്യപ്പ. കരിമല തോൽക്കും കഠിനവ്രതത്ത കളയുക കരളിലെ കറയുമഴുക്കും പലവുരു പാടും ശരണബലത്താൽ പകരുമയകമേ പരമാനന്ദം. ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം എന്തയ്യപ്പ ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ദൈവമേ ശരണം പൊന്നയ്യപ്പ. ഇപ്പോൾ ഈ ഓരോ പാട്ടുകൾ ഉണ്ടാകുന്നത്, ഓരോ പാട്ടിൻ്റെയും പിറവി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഓരോ തലത്തിലാണ്. കാരണം ഓരോ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് പാട്ടുകൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ ഈ സിനിമയുടെ സംവിധായകർ പ്രധാനമായും നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും? എനിക്കൊരു ന്യൂ പ്രോജക്റ്റ് വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഡയറക്ടറെ സമീപിച്ചിട്ട് മൊത്തം കഥ കേൾക്കും. പിന്നെ എത്ര പാട്ടുകളുണ്ടാവും എന്ന് അന്വേഷിക്കും. ഇപ്പോൾ 3-4 പാട്ടാകുമ്പോൾ ആ പാട്ടിൻ്റെ എല്ലാ സിറ്റുവേഷനും ചോദിച്ചറിഞ്ഞിട്ട് ഞാനത് ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്യും. ലാസ്റ്റിൽ ഞങ്ങൾ പിരിയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും, സാറേ റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു പാട്ട്. ഇപ്പോഴത്തെ ഒരു സംഗീതം വെച്ച് നോക്കുമ്പോൾ 3/4 പേരും റെഫറൻസ് തരും. കാരണം
ആ റെഫറൻസ് വെച്ചിട്ടായിരിക്കും അവനെൻ്റെ പിക്ചറൈസേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് തരുമ്പോൾ നമുക്കും അത് എളുപ്പമാവും. കാരണം അവർ ഉദ്ദേശിക്കുന്ന ആ ടെമ്പോയിൽ നിന്നും നമുക്ക് അതിനകത്ത് നിന്ന് വേറൊരു വെർഷൻ, ആ ബീറ്റും കാര്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് വേറൊരു മെലഡി ഉണ്ടാക്കാൻ പറ്റും. അത് ഇപ്പോഴത്തെ സംഗീതത്തിന് വളരെ എളുപ്പമാണ്. ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ചോളം റെഫറൻസ് അവർ കൊണ്ട് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാട്ട് ചെയ്യാൻ പറ്റും. ഇന്ന പാട്ട് പോലെയുള്ള ഒരു പാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സംവിധായകൻ പറയുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാവും. തീർച്ചയായിട്ടും. അതാണ് ഇപ്പോഴത്തെ സംഗീതം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടും. എഴുതുന്ന ആളിനും നമുക്ക് ട്യൂൺ ചെയ്തതിന് ശേഷം എഴുതുന്ന ആൾക്കാർക്കും അത് വളരെ ഫ്രീഡം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ തലമുറയിലെ ഗായകരെയൊക്കെ നമ്മൾ എന്തായാലും പലപ്പോഴും അവർക്ക് അവസരം കൊടുക്കാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ അങ്ങോട്ട് പറയാറുണ്ടോ, ഇന്ന ആളാണ് നമുക്ക് പരീക്ഷിച്ചാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മൾ പറയാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ചെയ്ത ഈ പുക എന്ന് പറഞ്ഞ മൂവിയിൽ തന്നെ വേറൊരു ഡുവേറ്റ് സോങ് ഉണ്ട്. അതിൽ ഒരു ഫീമെയിലും മെയില് കുറച്ച് ചെറിയ മൂവികളിലൊക്കെ പാടിയിട്ടുള്ള ഒരാളാണ്. ഫീമെയിൽ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നൊരു കുട്ടിയാണ്. അങ്ങനെ ആ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടർ വന്നപ്പം ഞാൻ ചോദിച്ചു, സാറേ നമുക്കൊരു 2 പേരെ നമുക്ക് പുതിയതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം പറഞ്ഞു ശരി ആയിക്കോട്ടെ. അങ്ങനെ അവർക്ക് 2 അവസരം കൊടുത്തു. അങ്ങനെ അവരുടെ ശബ്ദം മലയാള സിനിമയിൽ പുതുതായി തീർച്ചയായിട്ടും ഉദയം ചെയ്തു. വന്നു. അതൊരു താങ്കൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം താങ്കൾ പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഒരു അവസരം അവർക്ക് ലഭിക്കുന്നത്. ഏതായാലും ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. മഞ്ഞുപോലെ നെഞ്ചിനുള്ളിൽ പെയ്തിറങ്ങുന്നൊരോമൽ പൂവേ, മാരിവില്ലിൻ തേരിലേറി മാമഴക്കാടിനോർമ്മ പോലെ. വാർമഴയിൽ തുള്ളി തുള്ളി അലകളായൊഴുകി നീയും സ്നേഹാദ്രമായി തീരങ്ങളെ തഴുകും നിലാവേ. മഞ്ഞുപോലെ നെഞ്ചിനുള്ളിൽ പെയ്തിറങ്ങുന്നൊരോമൽ പൂവേ. ഞാൻ ആ കാര്യത്തിൽ AR റഹ്മാൻ സാറിനെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഇന്ന് ഒരു പർട്ടിക്കുലർ സിംഗർ പാടണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന മ്യൂസിക് ട്യൂണ് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ ഒരു ശബ്ദം മാത്രം മതിയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് നോക്കുമ്പോൾ കുറച്ച് പോപ്പുലാരിറ്റി ഉള്ള ഗായകർ പാടിക്കഴിഞ്ഞാൽ കുറച്ചിത് വരും. പക്ഷെ അതിപ്പോൾ കുറച്ച് മാറുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഫീമെയിലാണ് പാടുന്നെങ്കിൽ ഒരു ഫീമെയിൽ, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നോക്കി കണ്ടു വേണം ചെയ്യണത്. നമ്മൾ ആഗ്രഹിക്കുന്ന വോയിസിൻ്റെ ഒരു ഉടമയെ നമ്മൾ കൊണ്ട് പാടിക്കുക, അത്രയേ ഉള്ളൂ. പഴയ കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പാട്ടിന്റെ ഒരു ഇന്ന പാട്ടുകാരൻ തന്നെ പാടണമെന്ന് നിർബന്ധമില്ല. കാര്യം ഏറ്റവും പുതിയ ഗായകർ പാടിയ പാട്ടുകൾ പോലും ഹിറ്റാവുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. ഉണ്ട്. പഴയ കാലത്ത് ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ ഒരു യുവജനോത്സവം വരണം, സ്കൂൾ യുവജനോത്സവം വരണം, അല്ലെങ്കിൽ ആകാശവാണിയിൽ എങ്ങാനും ഒരു പാട്ട് പാടാനുള്ള അവസരം ലഭിക്കണം. അത് വളരെ അപൂർവമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗായകരാണ് ചുറ്റിലും, സമൂഹത്തിലെല്ലാം ഇപ്പോൾ ഗായകരിങ്ങനെ ഉദയം ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഒരുപാട് അവസരങ്ങൾ നഷ്ടമാവുകയാണോ ചെയ്യുന്നത്, അത് ലഭിക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 2 പാട്ടുകാർ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ന് ഏറെ ഹിറ്റായിട്ട് നിൽക്കുന്ന 2 പേര് ഉണ്ട്. ഒന്ന് ഒരു എലിസബത്ത് രാജു, പിന്നെ ഒരു നിഖിൽ. ഇവർ 2 പേരും ഹൈസ്കൂൾ കോമ്പറ്റീഷന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് നേടിയവരാണ്. അപ്പം എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, കോട്ടയം ജോയി എന്ന് പറഞ്ഞ അദ്ദേഹം. ഒരു ദിവസം പറഞ്ഞു, എടാ നമുക്ക് ക്രിസ്മസിനൊരു വർക്ക് ചെയ്യണം, 2 പിള്ളേരുണ്ട്, അവരെ ഞാനിങ്ങനെ കേട്ടു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ 2 പിള്ളേരും. അവരിപ്പം നല്ല രീതിയിൽ തന്നെ വളരെ ഫേമസ് ഗായകരായിട്ട് ഒത്തിരി പാടുന്നുണ്ട്. നിഖിലും നല്ല അഴലിൻ്റെ ആഴങ്ങൾ അതൊക്കെ അദ്ദേഹമാണ് പാടിയത്. അങ്ങനെ കുറേ സംഭവം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പാട്ടുകാർക്ക് അവസരങ്ങളുണ്ട്, അവർക്ക് അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ലൈഫിൻ്റെ ഒരു പ്രധാന ഭാഗമായത് കൊണ്ട് വെറുതെ റീല് പാടിയിട്ടാൽ പോലും ശ്രദ്ധിക്കപ്പെടും. അപ്പം ഒരു റീല് നമ്മൾ കേട്ടു, ഞാൻ അങ്ങനെ അന്വേഷിച്ച് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സോങ് കേട്ടതിന് ശേഷം നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ പ്രൊഡ്യൂസറുടെയോ ഡയറക്ടറുടെയോ പെർമിഷനോട് കൂടി അവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ സെലക്ട് ചെയ്യുന്നത് അവരുടെ ഒരു പാട്ട് കേട്ട് കൊണ്ടാവത്തില്ല ഞാൻ ചെയ്യുന്നത്.
അപ്പം അവരേതൊക്കെ ടൈപ്പ് പാടിയാൽ നന്നാവും, അവരുടെ കഴിവ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അവരുടെ പല പാട്ടുകൾ, ഒരു 10 പാട്ടെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അവരുടെ ടാലൻ്റ് എന്താണ്. അങ്ങനെയുള്ളവരെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഒരു റീല് ചെയ്യുമ്പം 10 ടേക്കിലായിരിക്കും നന്നായിട്ട് പാടുന്നത്. നമ്മൾ 5 പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു സ്റ്റൈലാണ് അവരെടുത്തിരിക്കുന്ന എല്ലാ പാട്ടുമെങ്കിലും അവർക്ക് അതേ സാധിക്കത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ടൈപ്പ് സോങ് അവരെ ഇൻവോൾവ് ചെയ്താൽ വളരെ ഭംഗിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോൾ ജോസിപ്പ് ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നു, സംഗീത ഈ പാട്ടുകളൊക്കെ പഠിക്കേണ്ടി വരുമല്ലോ. ചില ഗാനമേളയ്ക്കൊക്കെ ഉള്ള സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പാട്ടുകൾ പഠിക്കേണ്ടി വരും, പുതിയ പാട്ടുകൾ പഠിക്കേണ്ടി വരും. പിന്നെ കുറേ ഹൃദയസ്ഥമായിരിക്കും വർഷങ്ങളെ കേൾക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പാട്ട് വരുമ്പോൾ ഈ നമ്മുടെ മനസ്സിൽ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ദാസേട്ടൻ്റെ പാട്ടോ അല്ലെങ്കിൽ ജാനകി അമ്മയുടെ പാട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയുക? അങ്ങനെ പറയാൻ സത്യത്തിൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് ഈ മനസ്സിൽ തട്ടുന്നതായ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. അപ്പം ജാനകിയമ്മയുടെ ഒരുപാട് പുറകിലോട്ട് പോവുകയാണെങ്കിൽ പാവുരായ മാഷ്ട താനേ തിരിഞ്ഞും മറിഞ്ഞു, നമുക്കത് എപ്പോഴും ഇന്നും പുതുമയോട് കൂടി ഞാൻ കേട്ടാൽ മതിയാവാത്ത പാട്ടാണ്. പിന്നെ ദാസേട്ടൻ പാടിയ ഒത്തിരി പാട്ടുകളുണ്ട്. അതിനകത്ത് എപ്പോഴും എനിക്ക് ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? എല്ലാം മുത്തുകളാണ്, അതെ അതെ പവിടങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് എത്ര നേരമായി കാത്തിരിപ്പും, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ട്. അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്. ഓരോ സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ്, അതെ അതെ, ഓരോ മൂഡാണ് നമുക്ക്. ഓരോ മൂഡിലിരിക്കുമ്പോൾ ഓരോ പാട്ട് ഓർമ്മ വരും. സ്വന്തം ഇഷ്ടഗാനങ്ങളെക്കുറിച്ച് കുറേ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു. അതിൽ എല്ലാം നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ജോസ് ഇപ്പോൾ പറഞ്ഞ താനേ തിരിഞ്ഞും പറഞ്ഞു എന്ന പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. അതിനുശേഷം കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയും. ൂരുണ്ടു
കേട്ടാലും മതി വരാത്തൊരു പാട്ട് തന്നെയാണ് ഇപ്പൊ ജോസ് ഇഷ്ടഗാനമായി പറഞ്ഞത്. ചേട്ടാനെ തിരിഞ്ഞും മറിഞ്ഞും, ജാനകിയമ്മയുടെ ആ മാസ്മരിക ശബ്ദം. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അടുത്ത പുറത്തിറങ്ങാനുള്ള ജോസ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഇനിയിപ്പം എനിക്ക് 4 മൂവിയാണ് ഇനിയിപ്പോൾ ഉടനെ വരാനിരിക്കുന്നത്. ഒന്ന് ശ്രീ പപ്പൻ പയറ്റുവിള സംവിധാനം ചെയ്ത റിബൺ എന്ന് പറഞ്ഞൊരു മൂവി. അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അതിനകത്ത് നല്ല കുറേ ഗായകരെ കൊണ്ട് എനിക്ക് പാടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വേണുചേട്ടൻ്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ, പിന്നെ തമിഴിലെ ഏറ്റവും പോപ്പുലർ ഗായിക, മലയാളത്തിൽ അങ്ങനെ അധികം പാട്ടുകൾ പാടിയിട്ടില്ല, സുനിത സാരഥി പാടിയിട്ടുണ്ട്. പിന്നെ ഒരു സോങ് ജാസി ഗിഫ്റ്റ്, അൻവർ സാദ്, ജോസാഗർ അദ്ദേഹം പാടിയിട്ടുണ്ട്. പിന്നെ ഇഷാൻ ദേവ്. ഇങ്ങനെ ഒരു 4 പേരാണ്, ഇത്രയും പേരാണ് ആ മൂവിയിൽ പാടിയിട്ടുള്ളത്. പിന്നെ ലേറ്റ് മാരേജ്, അതിനകത്ത് നല്ല കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഒരു മൂവി കണ്ണാടി. ഇത് 4 ഇനി റിലീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പ്രഗത്ഭരായ ഗായകരൊക്കെയാണ് ഇതിനകത്ത് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളിലെ ഗാനങ്ങളെല്ലാം കൂടുതൽ പോപ്പുലർ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കാൻ ഇതിലൂടെ ഈ ചിത്രങ്ങളിലൂടെ കൂടി സാധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പടങ്ങൾ വരട്ടെ, കൂടുതൽ ആസ്വാദകർ ഈ പാട്ടുകളൊക്കെ ഏറ്റെടുക്കട്ടെ. അപ്പോൾ ഏതായാലും ഇത്രയും നേരം നമ്മൾ റേഡിയോ കേരളയുമായി ഈ ഒരു സംഭാഷണത്തിന് സമ്മതം നൽകിയതിൽ വളരെയധികം സന്തോഷം. താങ്കളുടെ എല്ലാ ചിത്രങ്ങളും, വരാനിരിക്കുന്ന എല്ലാ ചിത്രങ്ങളുടെയും സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ കൂടുതൽ ഹിറ്റാകട്ടെ, കൂടുതൽ അവസരങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. താങ്ക് യു. ഇവിടെ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് വരാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷം. അതിന് അവസരം തന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ജോസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കീബോർഡ് ആർട്ടിസ്റ്റും സംഗീത സംവിധായകനുമായ ശ്രീ ജോസ് ബാപ്പയ്യ. മറ്റൊരു അതിഥിയുമായി വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് ഒത്തുചേരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരള, കേരള മീഡിയ അക്കാദമിയുടെ ഇന്റർനെറ്റ് റേഡിയോ. വിസിറ്റ് www.radiokerala.in. റേഡിയോ കേരള, വിജ്ഞാനം, വിനോദം, വിചിന്തനം.